രാജീവ് ചന്ദ്രശേഖർ വരുന്നു, വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നു, BJP ഫുൾ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ പുള്ളി അങ്ങനെയാണല്ലോ പുള്ളി പറഞ്ഞിരിക്കുന്നത്. അല്ല, അതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നത്, അരുൺകുമാർ, റിപ്പോർട്ടറിൽ അരുൺകുമാർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ CPM-നോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥാനമാണ് വേണ്ടതെങ്കിൽ CPM-നോട് പറഞ്ഞാൽ തരില്ലായിരുന്നോ സ്ഥാനം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം റെജി ലൂക്കോസ് എന്ന് പറയുന്ന മനുഷ്യനെ CPM-മാർക്ക് അറിയാഞ്ഞിട്ടാണോ? ഇവരാരെയൊക്കെ പിടിച്ച് സ്ഥാനം കൊടുത്തു? റെജി ലൂക്കോസ് CPM നേതാക്കന്മാർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ന്യായീകരിക്കുന്നുണ്ടേ, എനിക്ക് സ്ഥാനം തരണേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ന്യായീകരിക്കുന്നുണ്ടേ, എനിക്ക് സ്ഥാനം തരണേ എന്ന് പറഞ്ഞ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇത്രയും ന്യായീകരിച്ച, ഒരു ഉളുപ്പില്ലാതെ ന്യായീകരിച്ച, അതാണ് അങ്ങനെ പറയണം, സ്വന്തം മനസാക്ഷിയെ പോലും ചവിട്ടി മതിച്ച് ഉളുപ്പില്ലാതെ ന്യായീകരിച്ച റെജി ലൂക്കോസിനെ പരിഗണിക്കേണ്ടത് ആരായിരുന്നു? CPM ആയിരുന്നു. അങ്ങനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പോവില്ലായിരുന്നു. പക്ഷെ എനിക്ക് അയാളോട് യോജിപ്പില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇത് അയാൾ ചെയ്തത് എന്താണെന്നുള്ള അയാൾ വിശ്വസിക്കണം. അയാൾ പൂർണ്ണമായി തിരുത്തി വന്നതാണെങ്കിൽ ഓക്കെ, അങ്ങോട്ട് പോയതാണെങ്കിൽ ഓക്കെ. BJP എന്ന് പറയുന്ന രാഷ്ട്രീയമോ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അയാളിലെ വ്യക്തി അങ്ങനെയുണ്ടല്ലോ. CPM-നെ മടുത്ത് പോയതാണെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അല്ലാതെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതാണ് ഇവിടെ സംഭവിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അണികൾക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു. അണികളെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നമ്മുടെ പാർട്ടി ഇവര് സ്റ്റാറ്റസ് ഇടും, അന്നമ്മവും നമ്മുടെ പാർട്ടി ജയിക്കും. മോഹൻലാലിന്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടു, ചെങ്കൊടി പാർ. ഇത് കാണുമ്പോൾ പഴയ സഖാക്കൾക്ക് ഒരു എന്താണ് മനസ്സിലിങ്ങനെ ചോര ഇങ്ങനെ തിളച്ച് വരും. അപ്പം പറയും, ഇത് ഇത്രയും അഴിമതിയും അതും ഇതും ഇങ്ങനെ പ്രശ്നങ്ങളും പറയും. പണ്ട് പുന്നപ്രവയലാറിലും അതുപോലെ തന്നെ ജമ്മിത്തത്തിനെതിരെയും പോരാടിയിരുന്നൊരു പാർട്ടി, ജമ്മിത്തത്തിനെതിരെ പോരാടിയോ പുന്നപ്രവയലാറിന് സംഭവിച്ചെന്നൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനൊക്കെ വേറെ ഫാക്ട് ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ മാറ്റി നിർത്താം. കാരണം അതിൽ എതിരഭിപ്രായം ഉണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്കാളിത്തത്തിൽ പല എതിരഭിപ്രായങ്ങളും പഠനങ്ങളുണ്ട്, അതവിടെ നിൽക്കാം, മാറ്റി നിർത്താം. പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്തും ഇവർ പറയുമ്പോൾ ഈ പഴയ ആളുകൾക്കൊക്കെ ഇങ്ങനെ ചോര തിളയ്ക്കും. എന്നിട്ട് അതാണ് ഇവർ ആയുധമാക്കുന്നത്. പക്ഷെ അപ്പൊ ചോദിക്കും, നിങ്ങൾക്ക് ചോര തിളച്ചു, ശരി, നമ്മൾ പോയി വോട്ട് കുത്തി, ശരി, എന്നിട്ട് നിങ്ങൾക്ക് എന്താകണം? നിങ്ങൾക്ക് ഒരു നേട്ടവും വേണ്ട, പാർട്ടിക്ക് നേട്ടം ഉണ്ടായി. ആരാണ് പാർട്ടി? പിണറായി വിജയനാണ് പാർട്ടി. പിണറായി തീരുമാനിക്കും. കഴിഞ്ഞ രണ്ടാമത്തെ സർക്കാരിൽ നിന്ന് കുറെ മന്ത്രിമാരെ ഒഴിവാക്കുമ്പോൾ പറഞ്ഞത് 2 ടേം ഒരു നിർബന്ധമായിട്ട് ടേം നിബന്ധന ഉണ്ടായിരുന്നു. ഇനി മന്ത്രിയാവണ്ട, അടുത്ത തവണ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഞാനും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. ഇപ്പം പിണറായി വിജയൻ തന്നെ മൂന്നാമതും ലീഡ് ചെയ്യാൻ പോകുന്നു. ഈ സഖാക്കൾക്ക് ഇത് ഓർമ്മയില്ലേ? എന്തുകൊണ്ട് CPM-ൽ തലമുറ മാറ്റം ഉണ്ടാവുന്നില്ല? CPM-ൽ വേറെ ആളുകളില്ലേ നയിക്കാൻ? KK ശൈലജയുടെ പേര് മാത്രമൊന്നുമല്ല, CPM-ൽ വേറെയും ആളുകളുണ്ട്. എന്തുകൊണ്ട് അവരെ കൊണ്ടുവരുന്നില്ല? CPM-ന്റെ യുവജന നേതൃത്വത്തെ എടുത്തു നോക്കൂ. ശിവപ്രസാദ്, ജെയ്ക്സി തോമസ്, ആർഷോ, റഹീം, എങ്ങനെ ക്വാളിറ്റിയുള്ള അതെ, ജെയ്ക്കിന്റെയും ആർഷോയുടെ ഒക്കെ ക്വാളിറ്റി ഒന്ന് അളന്നു നോക്കൂ, എങ്ങനെ പിടിച്ചേൽപ്പിക്കും? അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം PK ബിജു, M സ്വരാജ്, PK ബിജു, അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ KN ബാലഗോപാൽ ഉൾപ്പെടെ പണ്ടത്തെ പിന്നെ DYFIയുടെ നേതാക്കന്മാരായിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതെല്ലാം ഒരൊറ്റ പേര് മാത്രം ഓർത്താൽ മതി. അതൊക്കെ അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ ഇതിൽ വന്നിട്ടുണ്ട്. അതായത് മുൻപ് വന്ന് ഈ കഴിവ് തെളിയിച്ച് ഉള്ള ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു പാർട്ടി ഉണ്ടായിരുന്നു CPM-നകത്ത്. ബിജുവിനെ പോലെ, PK ബിജുവിനെ പോലെ. PK ബിജുവിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അല്ല, ഇപ്പോഴത്തെ അന്നത്തെ കാലത്തെ സ്റ്റാറ്റസ് ആണ്. അപ്പൊ നല്ല നിലയ്ക്ക് പ്രതികരിച്ചിരുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. M സ്വരാജിന് നല്ല ജനകീയ പിന്തുണ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് പിന്നീട് അദ്ദേഹം തന്നെ കളഞ്ഞു വിളിച്ചതാണ്. അപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നിടത്ത് ഇപ്പം ഈ CPM-ന്റെ യുവനിരയെ എടുത്തു നോക്കൂ, കോൺഗ്രസിന്റെ യുവനിരയെ എടുത്തു നോക്കൂ, BJP-യുടെ യുവനിര എടുത്തു നോക്കൂ. 3-ാം സ്ഥാനത്താണ് CPM. തിരുവനന്തപുരത്ത് മേയറായിട്ട് വന്നിട്ടില്ലേ ഇപ്പം VV രാജേഷ് പറയുന്ന ഇംഗ്ലീഷ് കട്ടായിരുന്നോ? VV രാജേഷ് അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം എത്ര സ്ഫുടമായിട്ടാണ് ഇംഗ്ലീഷ് സംസാരിച്ചത്. ഇത്രയും അധികം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വലിയ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്ന റഹീം അവിടെ പോയിട്ട് മലയാളികളെ മൊത്തം കുറവാക്കുന്ന രീതിയിൽ സംസാരിച്ചു. അത് കാരണം ഭാഷ അറിയാത്ത നല്ല പ്രശ്നം. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് ഇല്ല, ഞാൻ കുറച്ച് പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് ഓക്കെ. പിണറായി വിജയനെ ആരും കുറ്റം പറയുന്നില്ലല്ലോ, ഇംഗ്ലീഷ് പറയുന്നുണ്ടോ? പക്ഷെ ഇവിടുത്തെ ഉന്നത നിലവാരം ഒന്ന് തള്ളുന്ന ഇവർ ഇത്രയും ഈ നേതാക്കന്മാർക്കും ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. അപ്പൊ ആലോചിച്ച് നോക്കൂ എത്രത്തോളമാണ് ഇവരുടെ പ്രശ്നം എന്നുള്ളത് ആലോചിക്കണം. അപ്പൊ അത് ശിവപ്രസാദ് ആയിക്കോട്ടെ, ഇപ്പൊ പുതിയ വന്നിട്ടുള്ള സഞ്ജീവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇവർ ഒരു നേതൃത്വങ്ങൾക്ക് തീരെ ക്വാളിറ്റി ഇല്ലാതായി പോവുകയാണ്. നേരെ മറിച്ച് യൂത്ത് കോൺഗ്രസിലെ നേതൃത്വങ്ങൾ എടുത്തു പരിശോധിക്കും. കാരണം അബിൻ വർക്കിയെ പോലെ, വിജയ് ഇന്ദുചൂടനെ പോലെ, ഷാഫി പറമ്പിലിനെ പോലെ, അഭിജിത്തിനെ പോലെ, ഇവരൊക്കെ ജിൻഡോ ജോൺ ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു
ഇമേജ് ഉണ്ട്. ആ ഇമേജ് എന്താ? വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ ഇമേജാണ്. അല്ല, CPM ഒരു വയസ്സന്മാരുടെ കടൽക്കിഴവന്മാരുടെ ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ പുതിയ തലമുറ വരുമ്പോൾ ഇവര് അന്ധമായി ന്യായീകരിക്കാനും അനാവശ്യമായി കാര്യങ്ങൾ പറയാനും CPM എന്ത് തെറ്റ് ചെയ്താലും അതിനെ പറയാനും പിണറായിസ്റ്റുകളായി മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ പ്രശ്നം. അല്ല, വേറൊരു കാര്യം പറയട്ടെ. ഇപ്പോ ഈ ചോര തിളയ്ക്കുന്ന രീതിയിലുള്ള സ്റ്റാറ്റസുകൾ ഇട്ടിരുന്ന പല യുവാക്കളായ അണികളും ഇപ്പൊ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ മറ്റേ സന്ദേശം സിനിമയിലെ ചില ഡയലോഗുകൾ അവർ തന്നെ സ്വയം പരിഹസിച്ചുകൊണ്ട് വൈരുദ്ധാത്മിക ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടുന്നത് കണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ആലോചിച്ചു, ഇവരൊക്കെ നേരത്തെ ഭയങ്കര ചോര തിളയ്ക്കുന്ന സ്റ്റാറ്റസ് ഇട്ടവരാണ്. ഇപ്പൊ അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി ഇതിൽ കഴമ്പില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് CPMന്റെ ചരിത്രത്തിൽ MV ഗോവിന്ദനെ പോലുള്ള സെക്രട്ടറി ഉണ്ടായിട്ടില്ല. ഈ മാറിയ കാലഘട്ടത്തിൽ, ഈ AI കാലഘട്ടത്തിൽ, ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ സന്ദേശത്തിലെ കുമാരപിള്ള സാറിനെ തോൽപ്പിക്കുന്ന വിധത്തിൽ, നാണിപ്പിക്കുന്ന വിധത്തിൽ എന്താണ് ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും മാർക്സിസവും ലെനിനിസവും അതിലെ കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. എങ്ങനെയാണെന്നറിയോ? മാർക്സിസം എന്ന് പറയുന്ന ഒരു കാര്യം ജനങ്ങളുടെ ജീവിതത്തിലെ ഉപോൽപ്പന്നമായിട്ടുള്ള ഘടകങ്ങളെ വന്ന് മൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ആ സന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനദണ്ഡമുണ്ട്. കേൾക്കുന്ന ആൾക്കാർ എന്നിട്ടൊരു വിട്ടി ചിരിയും. അല്ല, മനസ്സിലായില്ലേ? ഞാൻ ഒന്നുകൂടി പറയാം. ഇതേ തരാവർത്തിക്കും. ഈ പ്രതിഭാസത്തോട് നമ്മൾ പോരാടുന്ന സമയത്ത് നമ്മൾക്ക് മുതലാളിത്ത എന്താണ് ഈ ഈ കുപ്രസിദ്ധമായിട്ടുള്ള മുതലാളിമാരോട്, കോർപ്പറേറ്റുകളോട് നമുക്ക് മുട്ടി നിൽക്കാൻ കഴിയില്ല. CPMന്റെ ആശയധാര അപ്പോഴും ഈ കാര്യങ്ങൾ നടക്കുമ്പോഴും അവിടെയുണ്ട്. പിന്നെ ഗോപികൃഷ്ണനോട് പറഞ്ഞതുപോലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ആരെ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അത് സ്വർണ്ണക്കൊള്ളയാണോ എന്നൊക്കെ ഉള്ളത് അന്വേഷണത്തിലൂടെ അത് വരട്ടെ. ഞാൻ അപ്പോഴും അതും ഞാൻ പറയുന്നില്ല. അപ്പൊ മറ്റുള്ള ആൾക്കാർ ഇതിന് മുമ്പേ ഇവര് ആരോപണം ഇറക്കി വിടുകയല്ലോ, അന്വേഷിച്ച് വരട്ടെ എന്നല്ലല്ലോ പറയാ. ആരെ അറസ്റ്റ് ചെയ്താലും പ്രശ്നമല്ല എന്ന് പറയുന്നത് അറിയോ? എന്നെ അറസ്റ്റ് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല. ഞങ്ങൾ കക്കുന്നത്, ഞങ്ങൾ സൈദ്ധാന്തികപരമായിട്ടുള്ള കക്കലാണ്. CPM കക്കുന്നത് പോലെ അല്ല കോൺഗ്രസും BJPയും കക്കുന്നത്. അവർ അപകടകാരികളാണ്. CPM കട്ടാലും പരിധിയുണ്ട്. അത് അടിസ്ഥാന വർഗത്തിന്റെ സോഷ്യലിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. CPM ഒക്കെ രാഷ്ട്രീയമാകുമ്പോൾ കക്കും, പക്ഷെ കക്കലിനൊരു പരിമിതിയുണ്ട്. നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് താഴ്ന്നു നിൽക്കുന്ന ജാതിക്കാർക്ക് ഒരു കാര്യം പറയണമെങ്കിൽ ഈ സർക്കാർ ആയിരിക്കണം. നിങ്ങൾക്ക് മറ്റൊരു പറ്റില്ല. അപ്പം ഞങ്ങൾ കക്കും, പക്ഷെ ആ കക്കലിനെ പോലും ഒരു വിപ്ലവമായി നിങ്ങൾ കാണണമെന്ന് പറയും. അപ്പൊ ഈ സഖാക്കളെ, ഈ പാർട്ടി ക്ലാസ് ഇരിക്കുന്ന ആൾക്കാർ ശരിയാണ് സഖാവ് മാസാടാ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഇതൊക്കെ പറഞ്ഞ് പാർട്ടിയെ അങ്ങേയറ്റം ട്രോളിന് വിധേയമാക്കുന്ന ഒരു സെക്രട്ടറി ഇതുപോലെ ആരെപ്പോലെ ഉണ്ടായിട്ടില്ല, ഈ ഗോവിന്ദ മാഷ് പോലെ ഉണ്ടായിട്ടില്ല. കാരണം പാർട്ടിയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, CPM നശിച്ചു പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. CPM നശിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. CPM ഇസ്ലാമിന് വേണ്ടി, ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷ വർഗീയവാദവും ഈ ഭൂരിപക്ഷ സംഭവം നിൽക്കുന്നത്, അതിന് രണ്ടിനും അനുകൂലമായി നിൽക്കുന്നുണ്ട്. ഇപ്പം ഇതല്ലാതെ പണ്ടുണ്ടായിരുന്ന ഒരു നയമുണ്ടായിരുന്നു. ആ നയത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഇപ്പോഴും ആഗ്രഹം. പക്ഷെ അതൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഈ അടിമപ്പണി എടുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് പാർട്ടി ആളുകൾ തന്നെ കൂടുമാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.